എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരു അവതാര ദിവസമായി അഷ്ടമി രോഹിണി ലോകമെങ്ങും പ്രശസ്തമാണ്. അഷ്ടമിയും രോഹിണിയും ചേരുന്ന പുണ്യ ദിവസത്തിൽ, ചിങ്ങമാസത്തിലെ ആ പുണ്യ ദിവസത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ലോകത്ത് മുഴുവൻ തന്നെയും ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവതരിച്ചത് എന്നാണ് വിശ്വാസം. നമുക്ക് ചുറ്റും ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം അന്നേ ദിവസം വളരെ വിശേഷമായ പൂജാതി കർമ്മങ്ങളെല്ലാം നടക്കുന്നു. നമ്മുടെ വ്യത്യസ്തമായിരിക്കുന്ന ആരാധനാ മൂർത്തികളിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും ധാരാളമായി ആചരണം നടക്കുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു മൂർത്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയാം. മറ്റെല്ലാ മൂർത്തികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് അത്രമാത്രം ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒരു പ്രാധാന്യം ശ്രീകൃഷ്ണ സങ്കല്പത്തിനുണ്ട്. ഒരു സ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ ധർമ്മ സംരക്ഷണത്തിൻ്റെയും ശത്രുസംഹാരത്തിൻ്റെയും എല്ലാം പ്രതീകമായി ഒരേപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ നാം കാണുന്നു. ശത്രു സംഹാരം ചെയ്ത് ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവതരിച്ച മൂർത്തിയാണ് എങ്കിൽ പോലും അത്രയും ഒരു ഭയാനകമായ ഒരു മൂർത്തിയായി അല്ല ശ്രീകൃഷ്ണ ഭഗവാനെ നാം കാണുന്നത്. ഏറ്റവും സൗമ്യമായ പ്രേമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം ഒരു മൂർത്തിയായി വളരെ മനോഹരമായ പുഞ്ചിരി പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സങ്കല്പമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചിത്രം. ആ ഭഗവാന്റെ തിരു അവതാര ദിവസം നമുക്ക് ഏവർക്കും വളരെ നല്ല രീതിയിൽ ഈശ്വര കടാക്ഷത്തിന് വേണ്ടി ആചരിക്കാം. സാധാരണ ഏതൊരു വ്രതങ്ങൾക്കും നമ്മൾ ആചരിക്കുന്നത് പോലെ തന്നെ മത്സ്യാംസാദി ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി ലഘുവായ ഭക്ഷണ സമ്പ്രദായത്തിൽ ഈ പുണ്യ ദിവസം നമുക്ക് വ്രതമെടുക്കാം. തലേ ദിവസം മുതൽ വ്രതം ആചരിക്കുക. തിരു അവതാര ദിവസം ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നത്തെ ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ തന്നെ ദർശനം നടത്തുക. ഇല്ലെങ്കിൽ വൈഷ്ണവ സംബന്ധമായിട്ടുള്ള വിഷ്ണു ഭഗവാനെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുകയും എല്ലാം വേണം. ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു ആചരണത്തോടൊപ്പം തന്നെ യഥാശക്തി പ്രാർത്ഥനകളും നമുക്ക് ചൊല്ലാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹസ്രനാമം അല്ലെങ്കിൽ അഷ്ടോത്തരം തുടങ്ങി ധാരാളം നാമങ്ങളും പ്രാർത്ഥനകളും മന്ത്രങ്ങളും എല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള ഓരോ പ്രാർത്ഥനകളും ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് ലഭിക്കുവാൻ വളരെ വേഗത്തിൽ പ്രയോജനപ്പെടുമെന്നാണ് സങ്കല്പം. അപ്പോൾ നമുക്ക് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി, അതായത് ലോകം മുഴുവൻ തന്നെയും നിറഞ്ഞു നിൽക്കുന്ന അധാർമികമായിട്ടുള്ള ആ ഒരവസ്ഥയിൽ ലോകത്തെ മുഴുവൻ തന്നെയും രക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ തിരു അവതാരം എടുത്തു. ശ്രീകൃഷ്ണ അവതാരവും ശ്രീരാമാവതാരവും അങ്ങനെയാണ് നമുക്കറിയാവുന്നത്. എപ്പോഴൊക്കെ ധർമ്മത്തിന് ഹാനി സംഭവിക്കുന്ന സന്ദർഭങ്ങളുണ്ടോ ആ സമയത്തെല്ലാം തന്നെ അതിനെ മാറ്റി തുടച്ച് വൃത്തിയാക്കി ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ അവതരിക്കുന്നു എന്നാണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ തന്നെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീതയുടെ ഒരു ഗീതോപദേശം എന്ന് പറയുന്നതൊക്കെ ലോകത്തിന് മുഴുവൻ തന്നെ എക്കാലത്തേക്കും ആവശ്യമായ ഉപദേശങ്ങളാണ് അതിലൂടെ തരുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ തിരു അവതാര ദിവസം നാം വ്രതം ആചരിക്കുന്നതിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് കൂടിയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. നമ്മുടെ മനസ്സിലും ആ ധാർമ്മിക ബോധം ഉണ്ടാവുകയും അതിനോടൊപ്പം തന്നെ നല്ല ചിന്തകളും പ്രവൃത്തിയും എല്ലാം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നർത്ഥം. വെറും നമ്മുടെ എന്തെങ്കിലും ഒരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളല്ല, അതിനപ്പുറം മനസ്സിനെ തന്നെ ആത്മീയമായൊരു ശുദ്ധീകരിക്കൽ കൂടിയാണ് വ്രതധാരണത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം എന്നർത്ഥം. അഷ്ടമി രോഹിണി ദിവസം രാവിലെ തന്നെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നു. യഥാശക്തി വഴിപാടുകളോ പ്രാർത്ഥനകളോ ഒക്കെ ചെയ്യുന്നു. ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിലെല്ലാം പരമാവധി സമയം പങ്കെടുക്കുക. അവിടെ ഇരുന്നു കൊണ്ട് യഥാശക്തി ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിക്കുക. അഷ്ടോത്തര സഹസ്രനാമാവലി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ സഹസ്രനാമാവലിയുണ്ട്. വിഷ്ണു ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം വളരെ പ്രശസ്തമാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കാം. അല്ലെങ്കിൽ നാരായണീയം പോലെയുള്ള ഭഗവാനെ സ്തുതിക്കുന്ന ഭഗവാന്റെ കീർത്തനങ്ങൾ, ഭഗവാന്റെ ആ ഓരോ മനോഹരമായിരിക്കുന്ന ചരിത്രത്തെ മുഴുവൻ വിസ്തരിച്ചു പറഞ്ഞിരിക്കുന്ന ഓരോ ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങളോ അതിനെ ചുരുക്കി പറഞ്ഞിരിക്കുന്ന നാരായണീയം പോലുള്ള ഗ്രന്ഥങ്ങളോ ഒക്കെ പാരായണം ചെയ്യുക. ഇതെല്ലാം ഏറെ വിശിഷ്ടമാണ്. വൈകുന്നേരം സന്ധ്യാസമയത്തും വിശേഷാൽ പൂജകളും കർമ്മങ്ങളും ഒക്കെ ക്ഷേത്രങ്ങളിലുണ്ട്. അവയിലും എല്ലാം നമുക്ക് പങ്കെടുക്കാം. അതുകൂടാതെ യാമപൂജ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു സങ്കല്പം, അതായത് അർദ്ധരാത്രി സമയത്ത്, ആ സമയത്ത് ഇപ്പം ശിവരാത്രിയുടെ ഒരു ദിവസത്തെ പോലെ തന്നെ ശിവരാത്രി ദിവസം ശിവന് വിശേഷാലുള്ള ആചരണങ്ങൾ ചെയ്ത് ഓരോ യാമങ്ങളെയും ആചരിക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. അതുപോലെ തന്നെ അഷ്ടമി രോഹിണി ദിവസം അർദ്ധരാത്രിയിലാണ് ഭഗവാന്റെ തിരു അവതാരം എന്നാണ് സങ്കല്പം. അപ്പോൾ ആ സമയത്ത് വിശേഷാൽ പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. അല്ലെങ്കിൽ
ആ സമയത്ത് നമുക്ക് തന്നെ വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഭഗവാന്റെ നാമജപങ്ങളും കീർത്തനങ്ങളും ഒക്കെ ചെയ്യാം. പൂജാതി കർമ്മങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ യഥാശക്തി ഭഗവാനെ പൂജിക്കുകയും ആവാം. അഷ്ടതലമോ സ്വസ്തികമോ പോലുള്ള പത്മങ്ങളൊക്കെ ഇട്ട് ആ പത്മത്തിൽ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് പൂജിക്കുക. ശ്രീകൃഷ്ണ ഭഗവാനെ ആവാഹിച്ച് ഭഗവാന് നമുക്ക് സാധിക്കുന്നത് പോലെയുള്ള യഥാശക്തി നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുക. പായസമോ പാൽപ്പായസമോ അല്ലെങ്കിൽ വെള്ള നിവേദ്യമോ ഉണ്ണിയപ്പം അട അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കൾ, വെണ്ണ, പാലും പഴം, ഇങ്ങനെയുള്ള വസ്തുക്കൾ, പഞ്ചസാര, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധിക്കുന്ന യഥാശക്തി നിവേദ്യങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കുക. ആ ദിവസം വളരെയധികം ആഘോഷമായി ഭഗവാന്റെ തിരു അവതാരം എന്നുള്ള ദിവസത്തിൽ ഏറ്റവും ആഘോഷമായി ആചരിക്കുക. ഇങ്ങനെയെല്ലാമാണ് അഷ്ടമി രോഹിണിയെ നാം ആചരിക്കേണ്ടത്. മത്സ്യാംസാദി ഭക്ഷണ സമ്പ്രദായം എല്ലാം ഉപേക്ഷിച്ച് നാമജപം ചെയ്യുമ്പോൾ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന ഭഗവാന്റെ മൂലമന്ത്രം ഏറ്റവും വിശിഷ്ടമാണ്. വളരെ ശക്തിയുള്ള മന്ത്രമാണ്. നമ്മുടെ ചുറ്റുപാടുള്ള മഹാക്ഷേത്രങ്ങളിലെല്ലാം, ശ്രീകൃഷ്ണൻ പ്രധാനമായുള്ള ക്ഷേത്രങ്ങളിലെല്ലാം അവിടുത്തെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ മന്ത്രമാണ് ഓം ക്ലീം കൃഷ്ണായ നമ. അപ്പം അത് ഭഗവാന്റെ മൂലമന്ത്രമാണ്. ഈ മന്ത്രം യഥാശക്തി ജപിക്കുക. എത്ര പറ്റുമോ അത്രയും പ്രാവശ്യം ജപിക്കുക. അതേപോലെ ഹരേ രാമ മന്ത്രം വളരെ വിശിഷ്ടമാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇങ്ങനെയുള്ള നാമങ്ങൾ യഥാശക്തി ജപിക്കാം. സഹസ്രനാമ അഷ്ടോത്തരമൊക്കെ പറ്റുന്നവർക്ക് അപ്രകാരമുള്ള നാമങ്ങൾ ജപിക്കാം. അപ്പം എന്താണോ സാധിക്കുന്നത് അത്രമാത്രം നാമജപത്തോടുകൂടി ആ ദിവസത്തെ മുഴുവൻ തന്നെയും ചെലവഴിക്കണം എന്ന് സാരം. വഴിപാടുകളാണേലും ക്ഷേത്രത്തിലിപ്പം വിശേഷ പൂജകളൊക്കെ പറഞ്ഞു. അത്തരം പൂജാതി സന്ദർഭങ്ങളിൽ നമുക്ക് സാധിക്കുന്ന പോലെയുള്ള വഴിപാടുകളൊക്കെ നടത്താം. ഭഗവാന് മഞ്ഞ പട്ട് ചാർത്തുന്നത് ഏറെ വിശിഷ്ടമാണ്. അതുപോലെ വെണ്ണ നിവേദിക്കുക ഏറ്റവും വളരെ വിശിഷ്ടമായൊരു സമ്പ്രദായമാണ്. കാരണം ഉണ്ണിക്കണ്ണനെ നമ്മൾ കഥകളിലൂടെയെല്ലാം വെണ്ണ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായി ഭാഗവതാദി കൃതികളിലെല്ലാം പറയുന്നുണ്ട്. അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ ഭഗവാൻ അങ്ങനെ വളരെ ബാല്യകാലത്തെ ആ കുസൃതികളോട് കൂടിയുള്ള ആ ഒരു മനോഹരമായ രൂപം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഭഗവാന് യഥാശക്തി വെണ്ണ നിവേദ്യമോ അല്ലെങ്കിൽ പാൽപ്പായസം ഉണ്ടാക്കി നിവേദിക്കുകയോ മഞ്ഞപ്പട്ട് ചാർത്തുകയോ കദളിപ്പഴ നിവേദിക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. ഇതുകൂടാതെ യഥാശക്തി സാധിക്കുന്ന ആൾക്കാർക്ക് ഇപ്രകാരമുള്ള എല്ലാ നിവേദ്യങ്ങളും കൂടുതലായി ഉണ്ടാക്കി പരമാവധി ആൾക്കാർക്ക് ദാനം ചെയ്യാം, വിതരണം ചെയ്യാം. അതുമെല്ലാം ഏറെ വിശിഷ്ടമാണ്. ഒരു 7 ദിവസമായി ശ്രീകൃഷ്ണ ജയന്തി ദിവസം പൂർത്തിയാവുന്നത് പോലെ ഭഗവാന്റെ ഭാഗവതം പാരായണം ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. അല്ലാതെ അന്നത്തെ ദിവസം മാത്രം ഭാഗവതത്തിലെ ദശമസ്കന്ധം, ശ്രീകൃഷ്ണൻ്റെ കഥ പറയുന്ന ദശമസ്കന്ധം പരമാവധി പാരായണം ചെയ്യുക. അത് സാധിക്കാത്ത ആൾക്കാർക്ക് തിരു അവതാര ഭാഗം, ഭഗവാന്റെ അവതരിക്കുന്ന ഭാഗം മാത്രമായും പാരായണം ചെയ്യാം. ഇനി ഇതൊന്നും വായിക്കാൻ ഒത്തിരി സമയമൊക്കെ വേണം, അതൊന്നും അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നാരായണീയത്തിലെയൊക്കെ തന്നെ ഭഗവാനെ സ്തുതിക്കുന്ന വർണ്ണിക്കുന്ന ഭാഗങ്ങൾ മാത്രമായും നമുക്ക് തിരഞ്ഞെടുത്ത് വായിക്കാം. അതിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ആയാലും വ്രതമെടുക്കുകയും യഥാശക്തി ക്ഷേത്രദർശനം നടത്തുകയും അതിനോടൊപ്പം പരമാവധി പ്രാർത്ഥനകൾ കൂടെ ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു വ്രതത്തിന് പൂർണ്ണതയുള്ളൂ എന്നർത്ഥം. ഭക്ഷണം കഴിക്കാതിരിക്കലും മാത്രമല്ല, മറ്റ് നമ്മുടെ ഏതെങ്കിലും രീതിയിൽ മനസ്സിനെ മലിനമാക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ ഒന്ന് മാറ്റി ശുദ്ധീകരിച്ച് നിർത്തുക. അസത്യമായ കാര്യങ്ങൾ പറയാതിരിക്കുക, തെറ്റായ ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക, പറയാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക. അപ്പം ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഭഗവാനെക്കുറിച്ച് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നൊക്കെ ആചാര്യന്മാർ പറയാറുണ്ട്. ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാനെക്കുറിച്ച് പറയുക, ഭഗവാന്റെ നാമങ്ങൾ ധാരാളം ചൊല്ലുക, നമ്മളെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കുക. അപ്പം എന്തെങ്കിലും രീതിയിലുള്ള പൂജകൾ ചെയ്യാം, അല്ലെങ്കിൽ യഥാശക്തി നിവേദ്യം സമർപ്പിക്കാം. ഭഗവത് കഥകളെക്കുറിച്ച് പറയുന്ന സത്സംഗങ്ങളിലൊക്കെ പോയി പങ്കെടുക്കുക. അതാണ് ഈ ഭാഗവതം സപ്താഹം പോലുള്ള യജ്ഞത്തിൻ്റെയൊക്കെ പ്രാധാന്യം. അപ്പം ഇങ്ങനെ ആ ദിവസം പൂർണ്ണമായും, ആ ദിവസം മാത്രമായോ അല്ലെങ്കിൽ ഒരു 7 ദിവസം അടുപ്പിച്ചോ അല്ലെങ്കിൽ ഒരു 3 ദിവസമായിട്ടോ അന്നേ ദിവസം മാത്രമായോ ഒക്കെ നമുക്ക് അഷ്ടമി രോഹിണി ദിവസത്തെ വ്രതം ആചരിക്കാവുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജപം ആരംഭിക്കുന്നതിനും ഈ ശ്രീകൃഷ്ണ ജയന്തി അഷ്ടമി രോഹിണി ദിവസം ഏറെ വിശിഷ്ടമാണ്. ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ അതിനെല്ലാം അപ്പുറത്തേക്ക് ഭഗവാന്റെ തിരു അവതാര ദിവസമായ അഷ്ടമി രോഹിണി ദിവസവും
നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിക്കുന്ന മന്ത്രജപങ്ങൾ ആരംഭിക്കാം. അപ്പം നിങ്ങൾ ഭഗവാന്റെ ഒരു ഉപാസകനായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഭഗവാനോട് അത്രമാത്രം നിങ്ങൾക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ ഏതെങ്കിലും ഒരു മന്ത്രം ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നിന്നെങ്കിലും ലഭിച്ചൊരു മന്ത്രം തന്നെ ജപിച്ച് തുടങ്ങുന്നതിനോ എല്ലാം ഈ പുണ്യ ദിവസം നമുക്ക് ഉപയോഗിക്കാം. ഭഗവാന്റെ തിരു അവതാര ദിവസമായ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ക്ഷേത്രത്തിൽ പല വിധേനയുള്ള വഴിപാടുകൾ നടത്താം. അവ ഏതൊക്കെയാണെന്ന് പറയാം. അതും നമുക്ക് അവിടെ നടക്കുന്ന കർമ്മത്തിൽ പങ്കാളിയാവുമ്പോൾ അതിലൂടെ ഉണ്ടാവുന്ന ആ പുണ്യത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് കൂടി ലഭിക്കുകയാണ്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യത്തിന് പ്രയോജനപ്പെടും. വെണ്ണ, പാൽപ്പായസം, എള്ളുണ്ട, ഉണ്ണിയപ്പം, ത്രിമധുരം, കദളിപ്പഴം നിവേദിക്കുക, ലഡ്ഡു നിവേദിക്കുക, ഇങ്ങനെയുള്ള വഴിപാടുകളെല്ലാം അന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ്. പാല്, കരിക്ക്, പനിനീര്, അഷ്ടഗന്ധജലം, തുളസീജലം ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ അഭിഷേകത്തിന് ഏറെ വിശിഷ്ടമായി ആചാര്യന്മാർ പറയുന്നു. അപ്പോൾ നമ്മളെക്കൊണ്ട് സാധിക്കുന്നത് പോലെയുള്ള യഥാശക്തി വസ്തുക്കൾ, അഭിഷേകത്തിന് സാധിക്കുന്ന വസ്തുക്കളൊക്കെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ അന്നത്തെ ആ പൂജയിൽ നമുക്കും കൂടി പങ്കാളികളാവാം. തുളസിമാല, താമരമാല, വെണ്ണ നിവേദ്യം, നെയ്വിളക്ക്, പഞ്ചസാര നിവേദ്യം, പാൽപ്പായസ നിവേദ്യം, മഞ്ഞപ്പട്ട് ചാർത്തുക ഇവയൊക്കെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ അവിടെ നടക്കുന്ന പൂജയിൽ നമ്മൾ പങ്കാളികളാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അംശം പുണ്യം നമുക്ക് ലഭിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്തു വെച്ചിട്ടുള്ള പാപദോഷ ദുരിതങ്ങളെല്ലാം അതിലൂടെ മാറിക്കിട്ടും. പ്രാർത്ഥനകളെപ്പോലെ തന്നെ ഏറെ വിശിഷ്ടമായ ഒരു മാർഗമാണ് യന്ത്രം ധരിക്കുക, ഏലസ് ധരിക്കാനൊക്കെ പറയും. അപ്പോൾ ഓരോ മൂർത്തികൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള യന്ത്രങ്ങൾ നമ്മുടെ താന്ത്രിക സമ്പ്രദായത്തിൽ പറയുന്നുണ്ട്. അപ്പം ഭഗവാന്റെ യന്ത്രങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി, യന്ത്രം എന്നുള്ളതിന് ഏലസുകൾ എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. യന്ത്രം എന്നാണ് അതിൻ്റെ സാധാരണഗതിയിലുള്ള അതിൻ്റെ ഭാഷ. അപ്പോൾ ഈ യന്ത്രങ്ങൾ തയ്യാറാക്കി നമുക്ക് ഏലസാക്കി ധരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പൂജയൊക്കെ ആരംഭിക്കുന്നതിനും ധരിക്കുന്നതിനും എല്ലാം ഈ ദിവസം ഏറ്റവും വിശിഷ്ടമാണ്. അപ്പോൾ അഷ്ടമി രോഹിണി ദിവസം പൂർത്തിയാവുന്ന രീതിയിൽ 41 ദിവസമായോ 21 ദിവസമായോ ഒക്കെ യന്ത്രം തയ്യാറാക്കി പൂജിച്ച് അത് ധരിക്കുന്ന സമ്പ്രദായമുണ്ട്. അല്ലാതെ ആ ദിവസം തന്നെ യന്ത്രലേഖനം ആരംഭിക്കുകയും ചെയ്യാം. വിദ്യാരാജഗോപാല യന്ത്രം വിദ്യാവിജയത്തിനും, ഗോവിന്ദ യന്ത്രം സമൃദ്ധിക്കും, ലക്ഷ്മി നാരായണ യന്ത്രം ധനാഭിവൃദ്ധിക്കും, ദേവകീപുത്ര യന്ത്രം ഐശ്വര്യത്തിനും, സന്താനഗോപാല യന്ത്രം സന്താനലബ്ധിക്കും, മദനഗോപാല യന്ത്രം വശ്യശക്തിക്കും, രാജഗോപാല യന്ത്രം കർമ്മവിജയത്തിനും ഗുണകരമാണ്. നാം എല്ലാവരും പല വിധേനയുള്ള പുണ്യങ്ങളെയും പാപങ്ങളെയും സമ്പാദിക്കുന്നു. നല്ല കർമ്മങ്ങളെ കൊണ്ടുണ്ടാവുന്ന പുണ്യം നമുക്ക് കൂടുതൽ ശ്രേയസ് തരുന്നു എന്നാണ് സങ്കല്പം. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്തു വെക്കുന്ന പാപദോഷങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ അവയെല്ലാം നമുക്ക് കൂടുതൽ ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുത്തരും. നമ്മുടെ പാപത്തിൻ്റെ ഒരു പ്രതിഫലം എന്നോണം ജീവിതത്തിൽ പല വിധേനയുള്ള ദുഃഖങ്ങളും കൊണ്ടുത്തരും. ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ ധാരാളം പ്രാർത്ഥനകളെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും ഒക്കെ പ്രായശ്ചിത്തം ചെയ്ത് നമുക്ക് രക്ഷ നേടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്കത് സാധിക്കാതെ വരുന്ന സന്ദർഭത്തെങ്കിൽ ഉപാസകനായിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് മന്ത്രപൂർവ്വം ശാസ്ത്രീയമായ രീതിക്ക് യന്ത്രങ്ങൾ എഴുതി തയ്യാറാക്കി അത് പൂജിച്ച് ധരിക്കലാണ് യന്ത്രലേഖനത്തിൻ്റെ ഒരു സമ്പ്രദായം. സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ ചെമ്പിൻ്റെയോ തകിടിൽ ഈ പറഞ്ഞിരിക്കുന്ന വിദ്യാരാജഗോപാലം അല്ലെങ്കിൽ രാജഗോപാല യന്ത്രം ഇങ്ങനെയുള്ള യന്ത്രങ്ങൾ എഴുതി തയ്യാറാക്കുന്നു. ഉപാസകനായിരിക്കുന്ന ഒരു വ്യക്തിയാണിത് തയ്യാറാക്കുക. അതിനുശേഷം ഈ യന്ത്രങ്ങളെ പ്രത്യേകമായി പത്മത്തിൽ വെച്ച് ആവാഹിച്ച് പൂജയൊക്കെ നടത്തിയതിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് ധരിക്കാൻ വേണ്ടി തരിക. അപ്പം നമുക്ക് സ്വയമേവ തന്നെ കുറേ നെഗറ്റീവ് ഊർജം ഉള്ളതുകൊണ്ട് ജീവിതത്തിലൊന്നും പച്ച പിടിക്കാൻ പറ്റുന്നില്ല. അത്തരം സന്ദർഭത്തിൽ നമുക്ക് സഹായകരമായിട്ടാണ് ഈ യന്ത്രങ്ങളെ നാം നമ്മുടെ ശരീരത്ത് ധരിക്കുന്നതെന്നർത്ഥം. ഇപ്രകാരമുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുതകരമായ യന്ത്രങ്ങൾ, മഹാസുദർശന യന്ത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വിദ്യാരാജഗോപാല യന്ത്രം, ഇങ്ങനെ ധാരാളം യന്ത്രങ്ങൾ ഭഗവാനെക്കുറിച്ച് തന്ത്രശാസ്ത്ര സമ്പ്രദായത്തിൽ നമ്മുടെ ആചാര്യന്മാർ പറയുന്നുണ്ട്. ഇവയൊക്കെ തയ്യാറാക്കുന്നതിനും ആദ്യമായി ധരിക്കുന്നതിനും എല്ലാം ഈ പുണ്യ ദിവസം നമുക്ക് ഉപയോഗിക്കാം. ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഭഗവാന് നടത്താൻ പറ്റുന്ന വ്യത്യസ്തമായ അർച്ചനകളുണ്ട്. ഏതൊരു മന്ത്രവും നമ്മൾ ജപിക്കുന്നത് വളരെ വിശേഷകരമാണ്. ഓരോ മന്ത്രജപത്തിലൂടെയും വളരെയധികം പോസിറ്റീവ് ഊർജ്ജം നമുക്ക് ലഭിക്കുന്നു എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അപ്പോൾ നമുക്ക് എല്ലാ മന്ത്രങ്ങളും അറിയാമെങ്കിൽ നമുക്ക് തന്നെ സ്വയമേവ ജപിക്കാവുന്നതേ ഉള്ളൂ. അറിയില്ലാത്ത സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് ക്ഷേത്ര പുരോഹിതന്മാരെ കൊണ്ട് നമുക്ക് ആവശ്യമായ വിഷയത്തിന് അനുസരിച്ചുള്ള അർച്ചനകൾ അല്ലെങ്കിൽ പുഷ്പാഞ്ജലികൾ ചെയ്യിപ്പിക്കാവുന്നതാണ്. അതായത് നമുക്ക് വേണ്ടി അവരോട് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് സാരം. അതിനും ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഏറെ വിശേഷമാണ്. ഈ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില വിശേഷപ്പെട്ട അർച്ചനകൾ പറഞ്ഞു തരാം. ഇതും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതും നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സഹായിക്കും. സന്താന ലബ്ധിക്ക് വേണ്ടി സന്താന ദുഃഖം അനുഭവിച്ചു വരുന്ന വ്യക്തികൾക്ക് സന്താന ഗോപാല മന്ത്രം കൊണ്ട് ഭഗവാന് പുഷ്പാഞ്ജലി ചെയ്യാം. വിദ്യാവിജയത്തിന് വിദ്യാരാജഗോപാല മന്ത്രം ഉത്തമമാണ്. വശ്യശക്തിക്ക് വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ ദശാക്ഷരി മന്ത്രം വളരെ വിശേഷമാണ്. പാപദുരിതങ്ങൾ മാറാൻ വേണ്ടി ദ്വാദശാക്ഷര മന്ത്രം കൊണ്ടാണ് പുഷ്പാഞ്ജലി ചെയ്യേണ്ടത്. ഐശ്വര്യത്തിന് വേണ്ടി അഷ്ടാക്ഷര മന്ത്രവും മുൻജന്മ ദോഷ ശാന്തിക്ക് വേണ്ടി പുരുഷ സൂക്തവും ഉപയോഗിക്കാം. ഭാഗ്യം തെളിയുന്നതിന് ഭാഗ്യസൂക്ത മന്ത്രം വളരെ വിശേഷകരമാണ്. ഓം ക്ലീം ഗോപീജനപ്രിയായ ക്ലീം നമ എന്ന വിശിഷ്ടമായിരിക്കുന്ന മന്ത്രം കലാമികവിന് വേണ്ടി ഭഗവാനെ അർച്ചനയ്ക്ക് ഉപയോഗിക്കാം. ഓം ശ്രീം ഗോവിന്ദായ നമ എന്ന മന്ത്രം ഉദ്യോഗ വിജയത്തിന് വേണ്ടി, അതായത് നമ്മുടെ ഒരു തൊഴിൽ സംബന്ധമായ തടസ്സങ്ങളോ ദുരിതങ്ങളോ ഒക്കെ അനുഭവിക്കുന്നവർക്ക് ആ തൊഴിൽ രംഗത്തെ ക്ലേശങ്ങൾ മാറാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഓം ശ്രീം നമോ നാരായണായ എന്ന മന്ത്രം ലക്ഷ്മി കടാക്ഷത്തിന് വേണ്ടി ഉപയോഗിക്കാം. ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും കടാക്ഷം ഉണ്ടാകുമ്പോൾ അളവറ്റ ഐശ്വര്യം ധനാഭിവൃദ്ധി നമുക്ക് വരികയും ആ ധനം നിലനിൽക്കുന്നതിനും ഒരേപോലെ ഗുണകരമാണ് എന്ന് സാരം. ഐകമത്യ സൂക്തം കലഹം മാറാനാണ് ഉപയോഗിക്കുന്നത്. ഭൂമി ലാഭത്തിനും ധന ഐശ്വര്യത്തിനു വേണ്ടിയുമെല്ലാം അഷ്ടോത്തരസര നാമാവലി കൊണ്ട് അർച്ചന ചെയ്യാം. ദീർഘായുസ്സിനും പാപശാന്തിക്കും വേണ്ടി, അല്ലെങ്കിൽ ചില ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് വളരെയധികം അലച്ചിലുകൾ പല കാര്യങ്ങൾക്കും കിടന്ന് അലയുന്നൊരവസ്ഥയുണ്ടാകും. അതൊക്കെ മാറാൻ സാക്ഷാൽ വിഷ്ണു സഹസ്രനാമം കൊണ്ട് അർച്ചന കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇവയൊക്കെ നമുക്ക് സ്വയം അറിയാമെങ്കിൽ സ്വയം ചൊല്ലാം, അല്ലെങ്കിൽ അമ്പലത്തിൽ ചെന്ന് അവിടുത്തെ പൂജാരിമാരോട് പറഞ്ഞ് നമുക്ക് ചെയ്യിപ്പിക്കാം. ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തെ വ്രതവും അതിനോടനുബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ലഘുവായ കാര്യങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിച്ചത്. ഇത് നമുക്കെല്ലാവർക്കും കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നേരം ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹാദരപൂർവ്വം നന്ദി, നമസ്കാരം.